ഹായ്, നമസ്കാരം. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ. ഈ പ്ലാനിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കുട്ടികളുടെ പേരിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് മതിയായിട്ടുള്ള ഇൻഷുറൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ കുട്ടികളുടെ പേരിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാനാണ്. ഈ പ്ലാനിൽ നമുക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അവരുടെ പേരിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ജനിച്ച് 90 ദിവസത്തിന് ശേഷം 12 വയസ്സിനുള്ള കുട്ടികളുടെ പേരിലാണ് എടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രീമിയം കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം ചെറിയ ഏജിലാകുമ്പോൾ റിസ്ക് അവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രീമിയം കുറവായിരിക്കും. ഒരു 1 CRന്റെ ഒരു പോളിസി ഒക്കെ എടുക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ഏകദേശം 90 ലക്ഷം രൂപയോളാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അവിടെ തന്നെ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഇതിൽ കിട്ടുന്ന റിട്ടേൺ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 രീതിയിലാണ് ഇതിന് റിട്ടേൺ കിട്ടുന്നത്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിന് ആനുപാതികമായിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണ ഒരു +2 കഴിയുന്ന കുട്ടിക്ക് ഒരു 17-18 വയസ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് മിക്കവാറും കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് 1-2 വർഷം വിടുന്നുണ്ട്. അപ്പൊ 18 വയസ്സുള്ള ഒരു കുട്ടി 1-2 വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ 20 വയസ്സായി. അത് കഴിഞ്ഞിട്ടാണ് ഓരോ വർഷവും കുട്ടിക്ക് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ മെഡിസിന് വിടുകയാണ്, അടുത്ത ഒരു 5 വർഷത്തേക്കാണ് ആ കുട്ടിക്ക് ഓരോ വർഷവും ഫണ്ട് ആവശ്യം വരുന്നത്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏത് വയസ്സിൽ എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 20 വയസ്സ് വരെ അടച്ചാൽ മതി. 12 വയസ്സ് ഉള്ള കുട്ടിക്ക് എടുക്കുകയാണെങ്കിലും 20 വയസ്സ് വരെ അടച്ചാൽ മതി. അപ്പൊ 8 വർഷം മാത്രമേ അവിടെ പ്രീമിയം 12 വയസ്സുള്ള ഒരു കുട്ടി അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. 20 വർഷം അടയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 20ാമത്തെ വർഷം മുതൽ 20, 21, 22, 23, 24 ഈ 5 വർഷങ്ങളിലും ആ കുട്ടിക്ക് റിട്ടേൺ കിട്ടുകയാണ്. അത് തന്നെ എടുക്കുന്ന കസ്റ്റമർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാനിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എത്ര ലക്ഷം രൂപ കവറേജ് ഉള്ള പ്ലാനാണോ എടുത്തിട്ടുള്ളത് അതിന്റെ 5% വീതം ഓരോ വർഷം കിട്ടുന്ന രീതിയിലുള്ളതുണ്ട്, 10% വീതം ഓരോ വർഷം കിട്ടുന്ന രീതിയിലുള്ളതുണ്ട്, 15% വീതം ഓരോ വർഷം കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളുണ്ട്. അപ്പൊ ഇതില് 15% വെച്ച് കിട്ടുന്ന പ്ലാന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 1 കോടി രൂപയുടെ ഒരു പോളിസി കവറേജ് ഉള്ളത് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനിത് 1 കോടി എന്ന് മുൻകൂട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ഒരു നോർമൽ MBBS എടുക്കാൻ പോകുന്ന വ്യക്തിക്ക് ഗവൺമെന്റ് തലത്തിൽ എൻട്രൻസ് എഴുതി കിട്ടുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു വർഷം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എക്സ്പെൻസ് വേണം, ഏറ്റവും മിനിമം. അതേ സ്ഥാനത്ത് അത് ഇന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട്, അതായത് മെറിറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലാണ് ചെയ്യണമെങ്കിൽ 1 CRന് മുകളിലാണ് ഇന്നത്തെ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അതൊരു 15-20 കൊല്ലം കഴിയുന്ന സമയത്ത് അത് അതിനേക്കാൾ എത്രയോ മുകളിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ 1 CR കവറേജ് വരുന്ന രീതിയിലുള്ള ഒരു പ്ലാന് ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 1 CR കവറേജ് വരുന്ന ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 15% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 15 ലക്ഷം രൂപയാണ് 20ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം കിട്ടുന്നത്. ഇനി 21ാമത്തെ വയസ്സിൽ വീണ്ടും 15 ലക്ഷം കിട്ടുന്നു. 23ാമത്തെ വയസ്സിൽ വീണ്ടും 22ാമത്തെ വയസ്സിലും 23ാമത്തെ വയസ്സിലും 24ാമത്തെ വയസ്സിലും ഓരോ വർഷവും 15 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ 5 വർഷം 15 ലക്ഷം രൂപ വെച്ച് കിട്ടുമ്പോൾ 75 ലക്ഷം രൂപയായി. 25ാമത്തെ വർഷം ബാക്കി 25%, അതായത് 1 കോടി രൂപയുടെ കവറേജ് ഉള്ള ഒരു വ്യക്തിക്ക് 75 ലക്ഷം രൂപ അവിടെ കൊടുത്തു. ബാക്കി 25 ലക്ഷവും അതിന്റെ ബോണസും അതിന്റെ ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് തന്നെ ഏകദേശം എല്ലാം കൂടെ, അതായത് ഈ കിട്ടിയ 75 ലക്ഷവും
ബാക്കി വരുന്ന 25 ലക്ഷവും അതിന്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ കൂട്ടിയിട്ട് ഒരു വയസ്സുള്ള ഒരു കുട്ടി എടുക്കുകയാണെങ്കിൽ 20 വർഷം പ്രീമിയം അടച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം ഇന്നത്തെ നിരക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2,43,00,000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ നേരിയ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ നമ്മൾ കണക്കൂട്ടേണ്ടത് നമ്മൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാനും കൂടിയായിട്ടാണ് നമുക്ക് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഇൻഷുറൻസ് കവറേജ് ഇത് സാമ്പത്തികമായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഇനി 15 എന്നുള്ളത് 10% ആക്കി കഴിഞ്ഞാൽ ഓരോ വർഷവും 20ാമത്തെ 21ാമത്തെ 22ാമത്തെ 23ാമത്തെ 24ാമത്തെ വർഷങ്ങളിൽ നമുക്ക് 10 ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന വ്യക്തിക്കാണെങ്കിൽ ലാസ്റ്റ് കിട്ടുന്നത് 50% തന്നു കഴിഞ്ഞാൽ ബാക്കി 50% അതിന്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂടെ കിട്ടും. ഇനി 5% റിട്ടേൺ കിട്ടുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ 20, 21, 22, 23, 24 വർഷങ്ങളിൽ 5% വെച്ച് തരുമ്പോൾ അവിടെ 25 ലക്ഷം രൂപ അപ്പം കിട്ടും. 25ാമത്തെ വർഷത്തിൽ ബാക്കി 75% ഇതിന്റെ ബോണസും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് സാമ്പത്തികമായിട്ട് സേവിങ്സിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ഇതിൽ ഇൻഷുറൻസ് കവറേജും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഈ കുഞ്ഞ് 8 വയസ്സിന് ശേഷം ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അവിടെ 125% കൊടുക്കുന്നത്. അതായത് 1.25 കോടി രൂപയാണ് അവകാശിയാരാച്ച അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഇൻഷുറൻസ് കവറേജിന്റെ ഭാഗത്തുള്ളതും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങൾ അതുപോലെ കോമ സ്റ്റേജിലൊക്കെ കിടക്കുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ബെനിഫിറ്റുകളെല്ലാം നമുക്കിതിൽ ലഭ്യമാണ്. അപ്പൊ കുട്ടികളുടെ പേരിൽ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മതിയായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ഇതിൽ PWD ആഡ് ചെയ്യാം. അതായത് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മതിയായിട്ടുള്ള ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർക്കും കൂടെ കവറേജ് കിട്ടുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ പേരിൽ ഒരു വയസ്സിലെടുത്തു 4-5 വയസ്സാവുന്ന സമയത്ത് പെട്ടെന്ന് രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ അഡീഷണൽ പ്രീമിയം നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നവരേക്ക് കുഞ്ഞിന് പിന്നെ പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല കുഞ്ഞിന്റെ 20ാമത്തെ 21ാമത്തെ 22ാമത്തെ 23ാമത്തെ 24ാമത്തെ 25ാമത്തെ വർഷങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും രക്ഷിതാവിനും കൂടി ഒരുപോലെ കവറേജ് വരാൻ പറ്റുന്ന രീതിയിൽ ഈ പ്ലാന് തിരഞ്ഞെടുക്കാണ് ഏറ്റവും ബെറ്റർ. കാരണം ഫസ്റ്റ് ഒരു പ്രീമിയം അടച്ചിട്ട് നാളെ രക്ഷിതാവിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലും പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പോളിസിയുടെ പ്രീമിയം അടയ്ക്കാതെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ നമ്മളുടെ മക്കളാകണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇവിടെ കറക്റ്റായി. അപ്പൊ ആ പണം നമ്മൾ പിന്നീട് പ്രീമിയം അടയ്ക്കാതെ തന്നെ നമുക്ക് ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് കിട്ടും. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പോളിസിയായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇനി ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ പറയുമ്പോൾ ഒരു ഇൻഷുറൻസ് എപ്പോൾ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ നിമിഷത്തിൽ എടുക്കണം എന്ന് പറയും. കാരണം ഇന്നലകൾ നമ്മൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ എടുക്കണം എന്ന് ചോദിക്കുന്നത്. ഇന്ന് തന്നെ എടുക്കുക. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ തന്നെ നമ്മളെ കവറേജ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ കവറേജ് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കവറേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് നമ്മൾ റെഗുലർ ആയിട്ട് അത് അടയ്ക്കാനും അതിന് കാലാവധി ആവുന്ന സമയത്ത് ഇതെല്ലാം വാങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളുടെ ആ ഒരു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അവരുടെ ഭാവി സേഫായി കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാനും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാൽവയ്പ് ഇന്ന് തന്നെ തുടങ്ങും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട്. അത് മുഴുവനായിട്ട് കേൾക്കുക. കേട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.